എന്താണ് പരിപാടി? ഇതാ അഹിമും ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ആൾക്ക് സ്കൂളില്ല. അപ്പം രാവിലെ തന്നെ ഉറങ്ങി എണീക്കുമ്പോൾ എന്നും സാറ്റർഡേ ഡേയ്സിൽ ചോദിക്കുന്നതാണ്, അമ്മ ഞാൻ ഇന്ന് ആരെ കൂടെ കളിക്കാന്ന്. മൺഡേ ടു ഫ്രൈഡേ വരെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവിടുന്ന് കളിയോട് കളിയായിരിക്കും. അപ്പോൾ ഈ സാറ്റർഡേ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്. സാറ്റർഡേ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ TV കാണായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾക്ക് ഇന്ന് കളിക്കാനുള്ള ഒരു ഇത്, ആരെങ്കിലും കൂടെ കളിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇന്ന് എണീച്ചിട്ടുള്ളത്. അപ്പം നേരെ അമ്മേനെ വിളിച്ചു എൻ്റെ ഫോണിൽ നിന്ന്. അപ്പം അമ്മേനോട് പറഞ്ഞു, അമ്മ ഇവന് ഭയങ്കര കട്ട ഫ്രണ്ട്സാണ് കേട്ടോ. കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും കുട്ടികളാണ്. അമ്മ അതിനേക്കാളും കുട്ടിയാകും ഇവൻ്റെ കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം രണ്ടാളും ഭയങ്കര കട്ട കമ്പനിയാണ് കളീൻ്റെ കാര്യത്തിൽ. അപ്പം അമ്മനോട് ഇങ്ങോട്ട് വാ, അമ്മമ്മ അങ്ങോട്ട് വാ, നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മോൻ കളിച്ചു, അമ്മമ്മ വരാമെന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തതാണ്. അങ്ങനെ ആള് ഫസ്റ്റ് ഇരുന്ന് കളിക്കാൻ തുടങ്ങി. അപ്പം ഞാനും കുറച്ചു നേരം കളിക്കാനൊക്കെ കൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവരെന്നെ വന്ന് പിന്നെ കമ്പനി കൊടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആദ്യം ഒരു ഫ്രണ്ട് വന്നു, പിന്നെ 2-3 ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ അവൻ്റെ സ്കൂൾ മീറ്റ്സ് ആണ്, അതുപോലെ തന്നെ അംഗനവാടിയിൽ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവരുടെ കൂടെ കളിയായി. ഇപ്പോഴത്തെ മക്കളും പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലവും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് അതാണ്. അതായത് മണ്ണിലൊന്നാമത് ഇപ്പോൾ കളിക്കാനുള്ള ഒരു നമ്മൾ ഇവനെയൊക്കെ വിടാത്തതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡാണ് വീട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിരിക്കണം. അപ്പം ഇവൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ നോക്കിയിരിക്കുക. കാരണം റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്ന ആ ഒരു റോഡാണ്. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ടെൻഷനാണ് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അല്ലാതെ നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളികളുണ്ടായിരുന്നു. ഒരുപാട് കളികളുണ്ടായിരുന്നു. ഞാനൊക്കെ രാവിലെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ വേഗം ചായ കുടിച്ചിട്ട് വേഗം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വിളക്കെത്തിക്കുന്ന നേരത്ത് കയറണം എന്നുള്ള ആ ഒരു അമ്മേൻ്റെ ഒരു സ്ട്രിക്റ്റാണ്. അപ്പോൾ ആ സമയത്താണ് പിന്നീട് കയറുന്നത്. അതിനിടയ്ക്ക് അമ്മ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുമ്പോൾ വന്നിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഴിച്ചിട്ട് ഓടലാണ്. അത്രയ്ക്ക് ഫ്രണ്ട്സും കൊണ്ട് കളിക്കാൻ, അതുപോലെ തന്നെ പല ഡിഫറെൻറ്റ് കളികൾ. ഇതിപ്പോൾ ആകെ കുറച്ച് കളിപ്പാട്ടം വെച്ചിട്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് അങ്ങനെ കളിക്കുക, അത്രയേ ഉള്ളൂ കുട്ടികൾ അന്നത്തെ ആ ഒരു പ്ലേയും ഇപ്പോഴത്തെ ആ ഒരു കുട്ടികളുടെ പ്ലേയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒക്കെ മിസ്സിങ് ആണ്. സൺഡേ പിന്നെ നമ്മൾ ഓരോ ഔട്ടിങ്, അധിക ദിവസങ്ങളിൽ സൺഡേസ് വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാറ്റർഡേ മാത്രമേ ആൾക്ക് ഈ ഒരു ഇഷ്യൂ വരാറുള്ളൂ. പിന്നെ മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ നിന്ന് ഭയങ്കര കളിയായിരിക്കും. പിന്നെ ഇതാ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുറേ നേരം ഒരു ഉച്ച വരെ ആൾ കളി തന്നെയായിരുന്നു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവർ ഓരോരുത്തരായിട്ട് പോയി. അപ്പോൾ അഹിമോൻ ഇന്ന് ഡബിൾ ഹാപ്പി ആയിരുന്നു എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.